ഈ സൂറത്ത് ഒരു ദിവസം നിങ്ങൾ ഓതിയാൽ 1000 റക്അത്ത് നിസ്കരിച്ച കൂലി അല്ലാഹു നിങ്ങൾക്ക് തരുന്നതാണ്. എന്ന സൂറത്ത് ഒരു ദിവസം രാത്രിയിൽ ഒരു പ്രാവശ്യം ഓതിയാൽ, ഉറങ്ങുന്നതിന് ഒറ്റ പ്രാവശ്യം ഓതിയാൽ 1000 റക്അത്ത് നിസ്കരിച്ച കൂലി അല്ലാഹു തരും. എന്താണ് ആ കൂലി തരാൻ കാരണം? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യിത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കാൻ പോകുമ്പോൾ ഖബറിന്റെ അകത്ത് തെളിഞ്ഞു കണ്ട ഒരു വാക്കിനെ വല്ലാതെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹാദാ ഫിദാഉക മിനന്നാർ. ഇത് നിങ്ങളുടെ നരകത്തിൽ നിന്നുള്ള മോചന സ്ഥലമാണ്. ഇത് നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന സ്ഥലമാണ്. ഇത് നിങ്ങൾ നരകത്തിൽ നിന്ന് കരകയറുന്ന സ്ഥലമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യിത്ത് കൊണ്ട് ഖബറിലേക്ക് വെക്കുമ്പോൾ ആ ഖബർ വിളിച്ചു പറയുന്നത് പോലെ രേഖപ്പെടുത്തപ്പെട്ട വർത്തമാനങ്ങളാണ്. അത്രത്തോളം ജീവിതത്തെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി സമർപ്പിച്ചവരായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഞാൻ ആമുഖമായി ഇത് പറഞ്ഞതെന്തിനെന്നറിയോ? നീലേശ്വരത്തിന്റെ ശബ്ദം ശ്രവിക്കാൻ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരോട്, സഹോദരങ്ങളോട്, അല്ലാഹുവേ, ഈ ലോകത്തിൽ നിന്ന് ഞാനും നിങ്ങളും വിട പറഞ്ഞു പോകുമ്പോ നമ്മുടെ ഖബർ നമ്മോട് പറയുന്ന വർത്തമാനം എന്തായിരിക്കുമെന്ന് ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതിന് വേണ്ടിയാ. ഏതായാലും നമ്മൾ മരിക്കുമല്ലോ. തലയിൽ കെട്ടുണ്ടെങ്കിലും കെട്ടില്ലെങ്കിലും, കുപ്പായം ഇട്ടാലും ഇട്ടായിട്ടില്ലെങ്കിലും, നിസ്കരിച്ചാലും ഇല്ലെങ്കിലും, അല്ലാഹുവിന്റെ ദീനിനനുസരിച്ച് ജീവിച്ചാലും ഇല്ലെങ്കിലും എല്ലാവർക്കും മരണമുണ്ട്. ആ മരണം വന്ന് ഖബറിലേക്ക് നിങ്ങളെ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന് കിട്ടിയ സമ്മാനം പോലെ അദാ ഫിദാഉക മിനന്നാർ, നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് വിളിച്ചു പറയുന്ന സംഭവം ഉണ്ടാകുമോ? ഖബർ ചിലപ്പോൾ സംസാരിക്കുമെന്ന് ഹദീസുകൾ പറയുകയാണ്. ആ മണൽപ്പരപ്പുകളുടെ ശബ്ദം മയ്യത്തിന് കേൾക്കാൻ കഴിയുമെന്നാണ്. ആ മണൽപ്പരപ്പുകളുടെ ശബ്ദം മയ്യത്തിന് കേൾക്കാൻ കഴിയുമെന്നാണ്. ചില ആളുകൾ പറയുന്നു മണ്ണല്ല സംസാരിക്കുന്നത്, ആ മണ്ണിനകത്തേക്ക് സ്വീകരിക്കാൻ വന്ന് നിൽക്കുന്ന അല്ലാഹുവിന്റെ മലക്കുകളാണ് സംസാരിക്കുന്നത്, മണ്ണല്ല സംസാരിക്കുന്നത്, മലക്കുകളാണ് സംസാരിക്കുന്നത്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്നതു തുർജഈ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. നീലേശ്വരത്തിന്റെ പരിസരത്ത് അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച ഒരു മുഅ്മിനായ വിശ്വാസിയായ മനുഷ്യൻ മരണപ്പെടുമ്പോ, അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച മുഅ്മിനത്തായ ഒരു പെണ്ണ് മരണപ്പെടുമ്പോൾ ആ സഹോദരന്റെ, ആ സഹോദരിയുടെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ മാലാഖമാരാണ് വിളിച്ചു പറയുന്നത്. അല്ലാഹുവിന്റെ മാലാഖമാരാണ് വിളിച്ചു പറയുന്നത്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്നതു തുർജീ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലാഹുവിന്റെ സുന്ദര സ്വർഗ്ഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് സ്വാഗതഗാനം പാടിയിട്ട് സ്വീകരിക്കുന്ന പോലെ അല്ലാഹുവിന് വേണ്ടി ഭയന്ന് ജീവിച്ച, തഖ്വയോടെ ജീവിച്ച, ആരൊക്കെ കളിയാക്കിയാലും പരിഹസിച്ചാലും കുറ്റപ്പെടുത്തിയാലും അല്ലാഹുവിന്റെ അചഞ്ചലമായ വിശ്വാസത്തെ ഹൃദയത്തിന്റെ അകത്ത് കാത്തു സൂക്ഷിച്ച, അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ച ആ പ്രിയപ്പെട്ട മനുഷ്യന്റെ മയ്യത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മലക്കുകൾ സ്വീകരിക്കുമ്പോൾ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരോട് രേഖപ്പെടുത്തട്ടെ, ഓർമ്മപ്പെടുത്തട്ടെ, ഞാനും നിങ്ങളും മരണപ്പെടും എന്ന് ഉറപ്പാണെങ്കിൽ അല്ലാഹുവേ, അവന്റെ മാലാഖമാരെ സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ കടന്നു പോകൂ എന്ന് പറയുന്ന മയ്യത്താകാനുള്ള യോഗ്യത നമുക്കുണ്ടോ? പരിശുദ്ധ റമളാൻ മാസത്തിന്റെ അമലുകൾ പോലും നഷ്ടപ്പെടുത്തിയ, അല്ലാഹുവിന് വേണ്ടി കൃത്യമായി ചെയ്യേണ്ട ഇബാദത്തുകൾ പോലും നഷ്ടപ്പെടുത്തിയ, കരുണക്കടലായ പടച്ച റബ്ബിന്റെ നേർവഴിയുടെ കലാം വീട്ടിന്റെ അകത്ത് അടുക്കി വെച്ചിരിക്കുമ്പോഴും അതിൽ നിന്നൊരു കടലാസ് പോലും മറിച്ച് പാരായണം ചെയ്യാൻ സമയം ലഭിക്കാത്ത, അല്ലാഹുവിന്റെ ദീനിൽ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് പാവങ്ങൾ, അനാഥ മക്കൾ, കഷ്ടപ്പെടുന്നവർ, വിധവകൾ നമ്മുടെ നാട്ടിലും പരിസരത്തും ഉണ്ടായിരിക്കെ സ്വന്തം വളർച്ചയും ഉയർച്ചയും മാത്രം സ്വപ്നം കണ്ടുകൊണ്ട് ആഡംബരത്തോടെ ജീവിക്കുന്നവർക്ക് ഈ ഭൗതിക ലോകത്തിലും യാത്ര പറയുമ്പോൾ ഇങ്ങനെ ഒരു ഖബൂലിയത്ത് ഉണ്ടാകുമോ? ചില മയ്യത്തുകളോട് വിളിച്ചു പറയുന്നത് എന്താ? മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ റുബ്ബ മജ്ലിസു സൂഇൻ നജ്ലസ്തന, എത്ര വൃത്തികെട്ട സ്ഥലത്താണല്ലോ നീ ഞങ്ങളെ കൊണ്ടുപോയി ഇരുത്തിയത്, എത്ര വൃത്തികെട്ട സ്ഥലത്താണ് നീ ഞങ്ങളെ കൊണ്ടുപോയിരുത്തിയത്, വ്യഭിചാരത്തിന്, കള്ളുകുടിക്ക്, ഹറാമിന്, തോന്നിവാസത്തിനൊക്കെ ഞങ്ങളെ കൊണ്ടിരുത്തിയില്ലേ? അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട മലക്കുകൾ, നന്മ തിന്മ രേഖപ്പെടുത്താനുള്ള മലക്കുകൾ, നീ കള്ളുഷാപ്പിലേക്ക് കയറുമ്പോ എന്നാ കയറിയിട്ട് വരട്ടെ, അതുവരെ പുറത്ത് നിൽക്കാമെന്ന് പറഞ്ഞ ഒരു പുറത്ത് നിൽക്കൂല. നീ അതിനകത്ത് ചെയ്യുന്ന സർവ്വ പോക്കൃത്തരങ്ങളും എഴുതി വെക്കാൻ ഈ മലക്കുകൾ നിന്നോടൊപ്പം ഉണ്ടാവും. അപ്പോ നീ അതിനകത്തേക്ക് കയറിക്കോട്ടെ, അതൊരു വൃത്തികെട്ട സ്ഥലമല്ലേ, വൃത്തികെട്ട സ്ഥലത്ത് മലക്കുകൾ കിടക്കൂലല്ലോ, അതുകൊണ്ട് നിങ്ങൾ അവിടെ നിന്നോളി എന്ന് പറഞ്ഞിട്ടല്ല, കൂടെ ഉണ്ടാവും. നിന്റെ നോട്ടം, നിന്റെ ചിന്ത, നിന്റെ സംഭാഷണം, സർവ്വതും ആ പ്രിയപ്പെട്ട മാലാഖമാർ ഒപ്പിയെടുക്കും. ഖബറിലേക്ക് വെക്കുമ്പോൾ അവരിങ്ങോട്ട് ചോദിക്കും റുബ്ബ മജ്ലിസു സൂഇൻ നജ്ലസ്തന,
എത്ര വൃത്തികെട്ട സ്ഥലത്തൊക്കെയാണ് നീ ഞങ്ങളെ കൊണ്ടുവച്ചത്. ഇങ്ങനെ ഒരു ശബ്ദമുണ്ടാകുമോ, ഇങ്ങനെ മാലാഖമാർ മയ്യത്തിനോട് പറയുമോ എന്നൊക്കെ വലിയ ആശങ്കകൾ വരും. കാരണം ഇന്ന് നിരീശ്വരവാദിത്വത്തിന്റെ വലിയ ഇഞ്ചക്ഷൻ കുത്തിവെച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളും സഹോദരിമാരും അറിയാതെ അതിലേക്ക് പതിയെ പതിയെ രസമുള്ള ഗുളിക ആദ്യം കൊടുത്തിട്ട് അതിങ്ങനെ ആസ്വദിച്ച് പതിയെ പതിയെ അതിലേക്ക് വീണുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു യാഫി റളിയല്ലാഹു തആല അൻഹു പറയുന്ന അത്ഭുതകരമായ ഒരു സംഭവമുണ്ട്. ഞാൻ നിങ്ങൾക്കിന്ന് വിശദീകരിച്ചു തരുന്നുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ആ ഖബർ ജീവിതത്തെക്കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അൽഹാകുമുത് തകാസുറു ഹത്താ സുർതുമുൽ മഖാബിർ ഹത്താ സുർതുമുൽ മഖാബിർ. ഈ സൂറത്ത് ഒരു ദിവസം നിങ്ങൾ ഓതിയാൽ 1000 റക്അത്ത് നിസ്കരിച്ച കൂലി അല്ലാഹു നിങ്ങൾക്ക് തരുന്നതാണ്. അൽഹാകുമുത് തകാസുർ എന്ന സൂറത്ത് ഒരു ദിവസം രാത്രിയിൽ ഒരു പ്രാവശ്യം ഓതിയാൽ, ഉറങ്ങുന്നതിന് ഒറ്റ പ്രാവശ്യം ഓതിയാൽ 1000 റക്അത്ത് നിസ്കരിച്ച കൂലി അല്ലാഹു തരും. എന്താണ് ആ കൂലി തരാൻ കാരണം? എന്താണ് ആ കൂലി തരാൻ കാരണം? അൽഹാകുമുത് തകാസുറു ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂന കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ. ഭൗതിക ലോകത്തിന്റെ ആർത്തിയും ആഡംബരവുമായി നടക്കുന്ന മനുഷ്യരുടെ ആ ചാട്ടവും ഓട്ടവും ആഹ്ലാദവും ആഘോഷവും ഹത്താ സുർതുമുൽ മഖാബിർ, ഖബറിലേക്ക് എത്തുന്നത് വരെ മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുന്നു. പരലോകത്തിന്റെ അദാബ്, പരലോകത്തിന്റെ യാഥാർത്ഥ്യം ഒക്കെ വിശദീകരിക്കുന്ന സൂറത്തായതുകൊണ്ട് ആ സൂറത്തിന് ഒറ്റ പ്രാവശ്യം ഓതിയാൽ 1000 റക്അത്ത് നിസ്കരിച്ച കൂലി. സൂറത്ത് യാസീൻ എന്തുകൊണ്ടാണ് ഖുർആനിന്റെ ഹൃദയമായത്? നമ്മളതൊക്കെ ആലോചിക്കണം. വെറുതെ ഖൽബുൽ ഖുർആൻ സൂറത്ത് യാസീൻ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ആയത്? ആ സൂറത്ത് യാസീനിൽ പറയുന്ന പോലെ പരലോകത്തിന്റെ ഒരു വല്ലാത്ത അവതരണം മറ്റു സൂറത്തുകളിലില്ല. സൂറത്ത് യാസീനിൽ പറയുന്ന പോലെ, ഇപ്പൊ സൂറത്ത് യാസീൻ ഹറമിലൊക്കെ പോയി തറാവീഹ് നമസ്കരിക്കുന്നവർക്കറിയാം. സൂറത്ത് യാസീൻ എത്തിയാൽ പുറകിൽ നിൽക്കുന്നവരുടെ മഅ്മൂമീങ്ങളുടെ ഒരു എന്താണ് ഗദ്ഗതവും വിങ്ങലിന്റെ തേങ്ങലിന്റെ ശബ്ദവും ഒക്കെ പള്ളിക്കകത്ത് ഇങ്ങനെ മുഴങ്ങി കേൾക്കും. നമ്മുടെ സഹോദരിമാർക്ക് പിന്നെ യാസീനാണെങ്കിൽ പ്രശ്നമില്ല, ഖുർആൻ ഏത് സൂറത്താണെങ്കിലും പ്രശ്നമില്ല. നടന്നോതും കിടന്നോതും ഇരുന്നോതും അങ്ങനെ ഒരുപാട് സ്റ്റൈലായി മാറിയിട്ടുണ്ട്. ഖുർആനിനോടുള്ള വല്ലാത്ത അനാദരവ് ശരിക്ക് നമ്മുടെ കുടുംബത്തിൽ തന്നെയുണ്ട്, നമ്മുടെ മക്കളിൽ, നമ്മുടെ കുടുംബത്തിൽ, വീട്ടിലൊക്കെ ഉണ്ട്. സൂറത്തിൽ തകാസുർ അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ, ആ സൂറത്ത് ഒരു ദിവസം ഒരു രാത്രി ഒരാൾ പാരായണം ചെയ്താൽ 1000 റക്അത്ത് നിസ്കരിച്ച കൂലി അല്ലാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ഖബറിന്റെ ഭയാനകതയെക്കുറിച്ചും ഖബറിലേക്ക് കൊണ്ടുവെക്കുന്ന രംഗത്തെക്കുറിച്ചും നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കണം. മഹാനായ അബ്ദുല്ലാഹി യാഫി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരുപാട് മഹാരഥന്മാരെ കാണാനുള്ള എന്റെ യാത്രയിൽ, ഒരുപാട് മഹത്തുക്കളെ കാണാനുള്ള എന്റെ യാത്രയ്ക്കിടയിൽ അല്ലാഹു വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു അത്ഭുത മനുഷ്യനെ എനിക്ക് കാണാൻ കഴിഞ്ഞു. അങ്ങനെ യാത്ര ചെയ്യുന്ന ചില ആളുകളുണ്ട്. ഇന്ന് ഞാൻ ഉച്ചക്ക് പാടൂർ എന്ന് പറയുന്ന, കാസർഗോഡ് ജില്ലയിലെ പാടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഷെരീഫ് ഹാജി എന്ന് പറയുന്ന സഹോദരനായിട്ട് സംസാരിച്ചു. ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. അദ്ദേഹം ബന്ധപ്പെടാത്ത, അദ്ദേഹം അറിയാത്ത ഔലിയാക്കൾ കുറവാണ്. തൃപ്പനച്ചി ഉസ്താദുമായിട്ട് വലിയ ബന്ധമുള്ള, മാണിയൂർ ഉസ്താദിന്റെ ഉപ്പായുമായി ബന്ധമുള്ള, അങ്ങനെ ഒരുപാട് മേഖലകൾ, ആലിമീങ്ങളുടെ, ആരിഫീങ്ങളുടെ, ഔലിയാക്കളുടെ മേഖലകളൊക്കെ അദ്ദേഹത്തിന് അറിയാം. ഒരുപാട് ആളുകളുമായി യാത്ര പോയിട്ടുണ്ട്. ഒരുപാട് വലിയ വലിയ മഹാന്മാർക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വലിയ സൗഭാഗ്യമുള്ള ഒരു മനുഷ്യൻ. അള്ളാഹു അദ്ദേഹത്തിന്റെ എല്ലാ സംരംഭങ്ങളിലും അള്ളാഹു ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. CK മാണിയൂർ മോശമൊന്നുമല്ല, പോയോ? അയാൾ മോശമൊന്നുമല്ല. മാണിയൂർ ഉസ്താദിന് മാത്രമേ ബന്ധം ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അങ്ങനെയല്ല, ഏകദേശമുള്ള കുറേ ഉസ്താദുമാരായിട്ട് വലിയ ബന്ധമുള്ള ആൾ. അത് നല്ലതാണ്. ഒരു കണക്കിന് വലിയ ഒരു ഇപ്പൊ ഞാൻ മൻസൂറിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ സഫ്വാൻ നിങ്ങളുടെ മൊബൈലിൽ മൈസൂറിൽ നിന്നൊരു പ്രിയപ്പെട്ട സഹോദരൻ, സിംഗപ്പൂരിൽ നിന്നൊരു സഹോദരൻ വിളിച്ചു. അപ്പൊ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ എന്റെ ചെവിയിലേക്ക് ഒന്ന് വെച്ച് തന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന് ദുആ ചെയ്ത് കിട്ടിയാൽ മതി. വലിയ സന്തോഷത്തിലാണ് പറയുന്നത്. ഒരുപാട് നല്ല നല്ല ബന്ധങ്ങൾ, ആലിമീങ്ങൾ, സയ്യിദന്മാർ, സാദാത്യങ്ങൾ, സൂഫിയാക്കൾ, ആരിഫീങ്ങൾ, അവരുമായുള്ള ബന്ധം ശരിക്ക് എനിക്കും നിങ്ങൾക്കും വളരെയേറെ ഗുണം ചെയ്യും. പ്രസംഗ ജീവിതത്തിന്റെ യാത്രക്കിടയിൽ അൽഹംദുലില്ലാ അങ്ങനെ ഒരുപാട് ഉസ്താദുമാർക്ക് ഖിദ്മത്ത് ചെയ്യാൻ, അവരെയൊക്കെ പരിചയപ്പെടാൻ, സഫോദങ്ങളൊക്കെ അങ്ങനെയുള്ള പരിചയം, അങ്ങനെ ഒരുപാട് ആളുകളെ പരിചയപ്പെടാനും ഒക്കെ മാഷാ അല്ലാഹ് വലിയ സൗഭാഗ്യം അല്ലാഹു തന്നിട്ടുണ്ട്. അതൊക്കെ ഇനിയും അല്ലാഹു നിലനിർത്തി തരട്ടെ. പ്രസംഗ ജീവിതത്തിന്റെ യാത്രക്കിടയിൽ ഒരുപാട് ഗുരുനാഥന്മാരെ, അത്തിപ്പറ്റ ഉസ്താദിനെയൊക്കെ നമുക്ക് അങ്ങനെ കിട്ടിയതല്ലേ. ഒരുപാട് അടുത്ത് ചെന്നിരിക്കാൻ, സംസാരിക്കാൻ, അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ കേൾക്കാൻ, ആലിക്കുട്ടി ഉസ്താദ് അവരെ പോലുള്ളവർക്ക് സേവനം ചെയ്യാൻ, അതൊക്കെ വലിയ തൗഫീഖാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ സ്ഥാപനത്തെ മാഷാ അല്ലാഹ് വളർത്തി വലുതാക്കി ഇവിടുന്ന് വലിയ ആലിമീങ്ങൾ ഇറങ്ങുമ്പോൾ ആ പ്രിയപ്പെട്ട ആലിമീങ്ങളുടെ വലിമൻ ആനന, ഞങ്ങളെ സഹായിച്ചവർക്ക് നീ ഗുണം ചെയ്യണേ എന്ന് പറഞ്ഞ് അവർ ദുആ ചെയ്യുമ്പോൾ ആ ദുആയിൽ ചെറിയ ഒരു ഇടം കിട്ടാനുള്ള ഒരു മനസ്സിന് വേണ്ടി നിങ്ങളൊന്ന് പരിശ്രമിച്ചാൽ മതി. വലിയ വിജയം തരും അൽഹംദുലില്ലാ. അല്ലാഹു തആല എല്ലാ അർത്ഥത്തിലും വലിയ തൗഫീഖ് നമുക്ക് തരട്ടെ. അബ്ദുല്ലാഹി യാഫി റളിയല്ലാഹു അൻഹു പറയാൻ, അങ്ങനെ ഒരുപാട് മഹാരഥന്മാരെ കണ്ടുപോയതിനിടയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വലിയ പൊരുത്തം നേടിയ ഒരു മഹാനുഭാവനുമായി അത്ഭുതങ്ങളുടെ ചർച്ചകൾ നടത്താൻ എനിക്ക് കഴിഞ്ഞു എന്ന് മഹാനായ അബ്ദുല്ലാഹി യാഫി റളിയല്ലാഹു അൻഹു പറയുകയാണ്.
അബ്ദുല്ലാഹി യാഫിർ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് ചോദിച്ചു, എന്റെ മനസ്സിലെ ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് മരണപ്പെട്ടു പോയവരുടെ ഖബറിന്റെ അവസ്ഥ നിങ്ങളൊന്ന് അറിഞ്ഞിട്ടുണ്ടോ? മരണപ്പെട്ട് ഖബറടക്കപ്പെട്ട് കഴിഞ്ഞാൽ ഖബറടക്കപ്പെട്ടതിന് ശേഷം ആ ഖബറിന്റെ ഭയാനകരമായ അവസ്ഥയെക്കുറിച്ച് എനിക്കറിയാൻ വല്ലാത്ത ആദിയുണ്ട്, എനിക്കറിയാൻ വല്ലാത്ത കൊതിയുണ്ട്. അങ്ങനെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? അബ്ദുല്ലാഹി യാഫിർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ആ മഹാനുഭാവൻ പറയുകയാണ്, ആയിരക്കണക്കിന് ഖബറിന്റെ അകത്തെ അവസ്ഥകളെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ആയിരക്കണക്കിന് ഖബറിന്റെ അകത്തെ അവസ്ഥകളെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. എന്റെ നീലേശ്വരത്ത് വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാനത് വിശദീകരിച്ചു തരുമ്പോ നിങ്ങൾ ഉൾക്കൊള്ളുമോ മനസ്സിലാക്കുമോ എന്ന് എനിക്കറിയില്ല. ഒരു ഭാഗത്ത് നിരീശ്വരവാദവും മറുഭാഗത്ത് പുത്തൻവാദവും ഒക്കെ പടർന്നു പന്തലിക്കുമ്പോ മനസ്സിന്റെ അകത്തിരുന്ന് ഇസ്ലാമികമായ മാനത്തെയും ത്യാഗത്തെയും മനസ്സിന്റെ അകത്തിരുന്ന് വലിച്ചിറക്കാൻ വേണ്ടി ഒരു വലിയ ശക്തി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ആരോരുമില്ലാത്ത ഖബറിന്റെ അകത്ത് നടക്കുന്ന ഭയാനകരമായ അവസ്ഥകളെ മഹാനായ അബ്ദുല്ലാഹി യാഫിർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത് എത്രത്തോളം നിങ്ങൾ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയപ്പോ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയപ്പോ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ അല്ലാഹുവോട് ദുആ ചെയ്തു, റബ്ബേ എന്റെ പ്രിയപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന ഉപ്പാന്റെ ഖബറിന്റെ അകത്തെ അവസ്ഥ എനിക്കൊന്ന് കാണിച്ചു തരണം അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട ഉപ്പാന്റെ ഖബറിന്റെ അവസ്ഥ എനിക്കൊന്ന് കാണണം അല്ലാഹ്. എന്റെ സഹോദരങ്ങളെ, ആരായിരുന്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു? ആ സഹോദരൻ ദുആ ചെയ്യുമ്പോൾ പറയുന്നു, അല്ലാഹ് ഹറാമായ ഒരു തരി ആഹാരം അദ്ദേഹത്തിന്റെ വയറ്റിലേക്ക് പോയിട്ടില്ല, മക്കളുടെ വയറ്റിലേക്ക് പോയിപ്പിച്ചിട്ടില്ല. ഹറാമായ ഒരു വർത്തമാനം, ഹറാമായ ഒരു ചിന്ത അദ്ദേഹത്തിനും കുടുംബത്തിനും ഉണ്ടായിട്ടില്ല. ഇസ്ലാമിന്റെ ഖലീഫത്തിന്റെ ഖിലാഫത്തിന്റെ അധികാരം ഏറ്റെടുത്ത സമയം മുതൽ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം കുറച്ചവരാണ് റബ്ബേ, ധരിച്ചുകൊണ്ടിരുന്ന വസ്ത്രം കുറച്ചവരാണ് റബ്ബേ. ജീവിതത്തിന്റെ ആഡംബരങ്ങളും സൗഭാഗ്യങ്ങളും ആനന്ദങ്ങളും ആഹ്ലാദങ്ങളും അല്ലാഹയെ ഭയന്നുകൊണ്ട് ഞാൻ അധികാരത്തിലിരിക്കുമ്പോ ഇത് ഉപയോഗിക്കാൻ പാടില്ലല്ലോ എന്ന് മനസ്സിലാക്കി അതൊക്കെ പാടെ ഉപേക്ഷിച്ചവരാണ് റബ്ബേ. അദ്ദേഹത്തെ കുറിച്ച് നമുക്കറിയാം ഏറെ. നിങ്ങളൊക്കെ നീലേശ്വരത്തുകാർക്കൊക്കെ മൂളിപ്പാട്ട് പോലെ അറിയുന്ന ഒരു പാട്ടാണ്. അങ്ങാര് എന്നറിയില്ലേ, അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും കാലണയില്ല യാചകനാണെന്നോ. അത് ചരിത്ര സംഭവമാണ്. ഒരു കവി സങ്കല്പിച്ചെഴുതിയ ഒരു കഥയല്ല. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആ ചരിത്രത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവമാണ്. ഭാര്യയുമൊത്തുള്ള യാത്രയിൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു മുന്തിരി കഴിക്കാനുള്ള കൊതിയെ കുറിച്ച് പറയാം. അപ്പൊ ഭാര്യ അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, ചരിത്രത്തിലുള്ളതാണ്, കിതാബിലുള്ളതാണ്, ചോദിക്കുന്നുണ്ട്, ഇത് വാങ്ങാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കില്ലേ? നിങ്ങൾ ഈ രാജ്യത്തിന്റെ രാജാവല്ലേ എന്നാണ്. പ്രാണസഖി നന്നായറിയാം ഞാൻ ഈ നാട്ടിലെ മീറാണെന്ന്, എന്നാലും എന്റേതായൊരു ദീർഘവുമില്ല പ്രിയേ. സർഗലയത്തിൽ പാട്ടിന് ഫസ്റ്റ് കിട്ടിയാരാ ഉണ്ടോ? അവിടെ ഉണ്ടോ? മുത്താലിമികൾ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളൊന്ന് ഈ സമ്മാനമൊക്കെ ഇങ്ങനെ വാങ്ങുമ്പോൾ മനസ്സിൽ വല്ലാത്ത കൊതി വന്നു പോകും. പൊതുജനങ്ങളെക്കാൾ കൂടുതലുള്ളത് മുത്താലിമീങ്ങളായതുകൊണ്ട് മുത്താലിങ്ങൾക്ക് വേണ്ടി വന്നു പറയാം. 15 ലക്ഷം രൂപ എന്തായാലും അവർ തരൂല. വാമനെ ചോദിക്കട്ടെ കേട്ടോ. സഫോ നിങ്ങൾ പറഞ്ഞത് 15 ലക്ഷം രൂപ കടമുണ്ട്, ബിൽഡിങ് ഇനി 15 ലക്ഷം രൂപ കെട്ടാനുണ്ട്. മുത്താലിങ്ങളെന്ന് വാങ്ങിച്ചാൽ മതി. എല്ലാം കഴിഞ്ഞിട്ട് തങ്ങൾ പോയി റെസ്റ്റ് എടുക്കാം ഓഫീസിൽ. എന്താ പേര്? ഫഹദ്. മാഷാ അല്ലാഹ്. ഏത് പാട്ട് പാടിയ? അറിയപ്പെട്ട പാട്ട്. അല്ലാഹു തആല വിജയിപ്പിക്കട്ടെ. ചെല്ല്. പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. എനിക്ക് ഇഷ്ടമാണ് പാട്ട് പാടുന്നവരെ ഇഷ്ടമാണ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയതിനു ശേഷം ദുആ ചെയ്തു, അല്ലാഹുവേ എനിക്ക് അദ്ദേഹത്തിന്റെ ഖബർ ഒന്ന് കാണണം എന്ന്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബർ കണ്ടപ്പോൾ സ്വപ്നത്തിലൂടെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കാണുമ്പോൾ അല്ലാഹുവേ സ്വർഗ്ഗത്തിന്റെ മനോഹരമായ തോട്ടങ്ങളിലൂടെ ഉദ്യാനങ്ങളിലൂടെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഉല്ലസിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു സ്വർഗീയമായ ഉദ്യാനങ്ങളിലൂടെ ഉല്ലസിക്കുന്ന, ആനന്ദിക്കുന്ന, ആസ്വദിക്കുന്ന രംഗമാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ രംഗത്തിൽ കാണാൻ കഴിഞ്ഞത്. ആ സമയം
സമയത്ത് ചോദിച്ചു, പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കാനുള്ള കാരണമെന്താ? മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ജീവിതത്തിൽ എന്റെ നാവ് കൊണ്ട് ഞാൻ ചൊല്ലിയ ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. നീലേശ്വരത്തെ മനോഹരമായ സ്ഥാപനത്തിന്റെ പിരിമുമ്പിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് പറയാ, ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയതൊരു 100 പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ നാവ് കൊണ്ട് അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് പറയണം. കാണുന്നതും കേൾക്കുന്നതും ചെയ്യുന്നതും നടക്കുന്നതും പോകുന്നതും ചിന്തിക്കുന്നതുമെല്ലാം ഒരുപാട് തിന്മകളിലേക്ക് മനുഷ്യരെ കൂട്ടിക്കൊണ്ടുപോകുന്ന സന്ദർഭമാണ്. അതുകൊണ്ട് ഹൃദയം പൊട്ടിയിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലണേ. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പാപക്കറയുടെ പാണ്ടക്കെട്ടുകൾ ചുമക്കാൻ അർഹതപ്പെട്ടയാളല്ല, പ്രകാശ കിരണങ്ങളുടെ ഉടമ്പടിയോടെ ജീവിച്ച മഹാനാണ്. എന്നിട്ട് പോലും ഏറ്റവും അധികം തന്റെ നാവ് കൊണ്ട് ചൊല്ലിയത് അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന ദിക്റായിരുന്നു പ്രിയപ്പെട്ടവരെ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു യാഫിർ റളിയല്ലാഹു തആല അൻഹുവിനോട് ആ മഹാനായ മനുഷ്യൻ പറയുകയാണ്, ഒരുപാട് ഖബറിന്റെ അവസ്ഥ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്, ഒരുപാട് ഖബറിന്റെ അത്ഭുതങ്ങൾ എനിക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട്, ഒരുപാട് ഖൽബിന്റെ അജായിബുകൾ എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അബ്ദുല്ലാഹി യാഫിർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഒന്ന് വിശദീകരിക്കുമോ തങ്ങളെ, ഒന്ന് വിശദീകരിക്കുമോ തങ്ങളെ? എന്റെ നീരേശ്വരത്ത് വന്ന പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുകയാ, അല്ലാഹുവിനെ സാക്ഷിയാക്കി പറയുകയാണ്, ആരോരുമില്ലാത്ത ഖബറിന്റെ അകത്ത് സമാധാനവും സംരക്ഷണവും അല്ലാഹുവിന്റെ പൊരുത്തവും കിട്ടാൻ ഈ പറയുന്ന ചരിത്രത്തിൽ കുറെ അമലുകളെ കുറിച്ച് പറയുന്നുണ്ട്. അബ്ദുല്ലാഹി യാഫിർ റളിയല്ലാഹു തആല അൻഹുവിനോട് അദ്ദേഹം പറയാണ്, ചില ഖബറുകളിൽ മണ്ണിന് പകരം പട്ട് വിരിച്ചിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് തരട്ടെ. അപ്പൊ വാപ്പാടെ മയ്യത്താണെങ്കിലും ഉമ്മാടെ മയ്യത്താണെങ്കിലും ഖബർ വെട്ടി ആ പച്ച മണ്ണിൽ തന്നെ നമ്മൾ ഇറക്കി വെക്കണം. എത്ര വലിയ മഹാനാണെങ്കിലും വെച്ചേ പറ്റും. എനിക്ക് വലിയ സങ്കടം ഉണ്ടായത് പാണക്കാട് ചെയ്ത് ഹൈദരലി ശിഹാബ് തങ്ങളുടെ ഖബറടക്കം നടക്കുന്ന സമയത്താണ്. എന്റെ മോന്റെ മയ്യത്ത് പോലും പിന്നെ ഇറക്കി വെക്കുമ്പോൾ അത്രത്തോളം ഒരു നീറ്റലുണ്ടായിട്ടില്ല, മണ്ണിലല്ലേ വെക്കുന്നത്. പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ എന്നൊക്കെ പറഞ്ഞാല് ഒരു അത്ഭുത സ്നേഹത്തിന്റെ ആളായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തത്. അത്ഭുത സ്നേഹം. അദ്ദേഹത്തെ പരിചയപ്പെടുന്ന, അദ്ദേഹത്തെ അറിയുന്ന മുഴുവൻ ആളുകളും വിചാരിക്കുന്നത് ഈ വ്യക്തിയോടാണ് തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമെന്നാണ്. എല്ലാ പ്രഭാഷകരും പറയാം, ഹൈദരലി തങ്ങൾക്ക് എന്നോട് ഭയങ്കര സ്നേഹം. എല്ലാവരോടും അങ്ങനെ തന്നെയാണ്. കാണാൻ ചെല്ലുന്നവരോട്, കാത്തിരിക്കുന്നവരോട്, അങ്ങനെ ഒരുപാട് വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ആ ഭവനങ്ങളിലൊക്കെ ദുആ ചെയ്തു കൊടുത്ത് അവർക്കൊക്കെ നന്മ രേഖപ്പെടുത്തിയ